വായനക്കാർക്കായി ഞാൻ സസന്തോഷം എൻ്റെ ജീവിതത്തിലെ വാതിലുകളും ജനലും തുറന്നിടുകയായിരുന്നു ഇതുവരെ. അവരിൽ നിന്നും യാതൊന്നും മറച്ചു പിടിക്കാതിരിക്കുവാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. എൻ്റെ ശക്തികളും എൻ്റെ ദൗർബല്യങ്ങളും ഞാൻ അവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. പലർക്കും എൻ്റെ ലേഖനങ്ങൾ മനം മടിപ്പിക്കുന്നതായി തോന്നി. പലർക്കും അവ ഇഷ്ടപ്പെട്ടു. ഇതിനർത്ഥം എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും വായനക്കാർക്കിടയിൽ തന്നെ ഉണ്ടെന്നാണ്. ഞാൻ പ്രേമത്തെപ്പറ്റി കവിതകൾ എഴുതിയപ്പോഴും പിന്നീട് കാമത്തെപ്പറ്റി പിരാഗിരി കൊണ്ടൊരു പുസ്തകം രചിച്ചപ്പോഴും എൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഞാൻ അകലുകയായിരുന്നു. പരമ്പരാഗതങ്ങളായ കർത്തവ്യങ്ങളിൽ വ്യാപൃതയായി ഞാനും എൻ്റെ ജീവിതം ചിലവഴിക്കുമെന്ന് കരുതിയിരുന്ന സമൂഹം അസ്വസ്ഥമായി. പുരുഷന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി ജീവച്ഛവമായി കിടക്കയിൽ മലർന്നു കിടക്കേണ്ടവൾ, സമൂഹത്തെ വിമർശിക്കുവാൻ ഒരിക്കലും അധികാരമില്ലാത്തവൾ സമുദായത്തോട് എതിർക്കുകയോ? ഭക്ഷണമെടുത്തു നീക്കിയാലും അതിനുള്ള വിശപ്പ് എന്നിൽ നിന്നും ഒരിക്കലും നീക്കരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. മനുഷ്യഹൃദയത്തെ കൊതിപ്പിക്കുന്ന സുതാര്യമായ സൗന്ദര്യമാണ് മാധവിക്കുട്ടിയുടെ ഈ ഡയറി കുറിപ്പുകൾ.